Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon all. Prayer ആരാണ്? പേര് അഞ്ചുമോൾ മിസ്സേ. അൻസ് പറഞ്ഞോടാ. വിജ്ഞാനത്തിൻ വിശുദ്ധ തേരിൽ വിരുന്നിനായി പോകും ഞാൻ. വിശ്വമനസ്സിൻ അശ്വര ചേതികൾ ഈശ്വര ചിന്തയിലാക്കും ഞാൻ. വിശ്വമനസ്സിൻ അശ്വര ചേതികൾ ഈശ്വര ചിന്തയിലാക്കും ഞാൻ. മടി കൂടാതെ പഠിച്ചുയർന്ന് മിടുക്കനായി വാഴും ഞാൻ. മടി കൂടാതെ പഠിച്ചുയർന്ന് മിടുക്കനായി വാഴും ഞാൻ. മനസാവാച കർമ്മണ ബുദ്ധ്യ നേരിനെ നിറവിൽ കാണും ഞാൻ. നേരിനെ നിറവിൽ കാണും ഞാൻ. പഠനം എന്നെ പിടിപ്പുകേട് പിടിച്ചിടാതെ നോക്കും ഞാൻ. പഠനം എന്നെ പിടിപ്പുകേട് പിടിച്ചിടാതെ നോക്കും ഞാൻ. പടിപടിയായി പടവുകൾ തേടി ഈശ്വരനോടായി കേഴും ഞാൻ. ധർമ്മവും നീതിയും ബുദ്ധിയും സിദ്ധിയും ദൈവിക സ്മരണയിലാക്കിയിടാൻ. ധർമ്മവും നീതിയും ബുദ്ധിയും ശക്തി ദൈവിക സ്മരണയിലാക്കിയിടാൻ. ഗുരുവും അമ്മയും അച്ഛനുമെല്ലാം നാദാ പ്രാർത്ഥന തള്ളല്ലേ. ഗുരുവും അമ്മയും അച്ഛനുമെല്ലാം നാദാ പ്രാർത്ഥന തള്ളല്ലേ. വിജ്ഞാനത്തിൻ വിശുദ്ധ തേരിൽ വിരുന്നിനായി പോകും ഞാൻ. വിശ്വമനസ്സിൻ അശ്വര ചേതികൾ ഈശ്വര ചിന്തയിലാക്കും ഞാൻ. ഈശ്വര ചിന്തയിലാക്കും ഞാൻ. താങ്ക് യു മിസ്സേ. Thank you. Signing out of the day. Signing ഞാനാണ് മാം. A very good afternoon to one and all. Myself Reshma Rajesh. I am signing for today's online session. A warm welcome to Abarna ma'am and my dear friends. I am excited to learn and participate in the discussion. The session will be informative and engaging, and I believe your participation would greatly enhance the class. I would like to invite B.V. Sura for thought and Ankita for action song. Once again, I welcome you all. Thank you. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഞാൻ തോട്ട് പറയാണ്. വർക്ക് ഹാർഡ് ഇൻ എ സൈലൻസ്, ലെറ്റ് യുവർ സക്സസ് ബി യുവർ നോയ്സ്. എല്ലാവരും സ്വപ്നങ്ങൾ കാണും, ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും, എന്നിട്ട് ജീവിച്ച് ലോകത്തിന് കാട്ടിക്കൊടുക്കും. APJ അബ്ദുൽ കലാം. സോറി മാം, ഞാൻ ആക്ഷൻ സോങ് പാടാം. Are you sleeping? Are you sleeping? Brother John, Brother John. Morning bells are ringing, morning bells are ringing. Ding dong bell, ding dong bell. Are you sleeping? Are you sleeping? Brother John, Brother John. Morning bells are ringing, morning bells are ringing. Ding dong bell, ding dong bell. Thank you, ma'am.
താങ്ക് യു ഓൾ. നമ്മുടെ ക്ലാസ്സിലേക്ക് വരാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ചൈൽഡ് ഡെവലപ്മെന്റ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആയിരുന്നു. അതിലെവിടെ വരെ പറഞ്ഞു നിർത്തി? ഫാക്ടേഴ്സ്, രണ്ട് ഫാക്ടേഴ്സ്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സും അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ടോപ്പിക്. ഓക്കെ, ലാസ്റ്റ് ഈ എൻവയോൺമെന്റൽ കണ്ടീഷൻ വരെയും പറഞ്ഞു നിർത്തി അല്ലെ? എന്നാണോ? ഓക്കെ, നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു പ്രീനാന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രീനാന്റൽ ആൻഡ് പോസ്റ്റ്നാന്റൽ. പ്രസവത്തിന് മുമ്പുള്ള ഒരു അവസ്ഥയും പ്രസവ ശേഷമുള്ള അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. പേജ് നമ്പർ 37 ആണ് കേട്ടോ. പ്രസവത്തിന് മുമ്പുള്ള ഒരു അവസ്ഥയും പ്രസവത്തിന് ശേഷം ഉള്ള അവസ്ഥയാണ് നമ്മൾ ഈ പറയുന്ന ഫാക്ടേഴ്സ്. പ്രീനാന്റൽ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റേണൽ ഹെൽത്ത്, അമ്മയുടെ ആ ഒരു ഹെൽത്ത്, നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അമ്മയുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അമ്മയുടെ ന്യൂട്രീഷൻ നീഡ്സ് അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് പ്രീനാന്റൽ ഫാക്ടേഴ്സ് എന്നത് കുട്ടീനെ നേരിട്ട് അഫക്ട് ചെയ്യും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് അതേപോലെ തന്നെ വേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഇതെന്താ പറയാ, നമ്മൾ പറയും ഷുഗർ, ഡയബറ്റിക്, അതേപോലെ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നോർമൽ ആയിട്ടിരിക്കണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ അമ്മയുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത്? അമ്മയുടെ ഹെൽത്ത്. അപ്പൊ അമ്മയുടെ ഹെൽത്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്സിനേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മള് ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടിയിട്ടും പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടും കാൽസ്യം അതേപോലെ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മള് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് കഴിക്കാറുണ്ട്. അത് കൂടാതെ നമ്മുടെ ഗവൺമെന്റ് അറിയാം, അമ്മമാരെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പൊ അമ്മമാരുടെ ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നു അംഗനവാടി, ഞങ്ങളുടെ ഇവിടെ എന്താ പറയാ നഴ്സറി സ്കൂൾ വഴിയൊക്കെ ഹെൽത്തി ഫുഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ചിലപ്പോൾ ഉണ്ടാവും, ഞങ്ങളുടെ ഇവിടെയും ഉണ്ട്. പ്രഗ്നന്റ് ആയി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാർഡിൽ നമ്മുടെ ആ ഒരു നഴ്സറി അല്ലെങ്കിൽ അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോഷകാഹാരങ്ങൾ തരാറുണ്ട്. അങ്ങനെ ഇല്ലേ നിങ്ങളുടെ ഏരിയയിലും? ഉണ്ട് മിസ്സേ. ഓക്കെ, അങ്ങനെ തരാറുണ്ട്. അപ്പൊ ഇപ്പൊ അമ്മമാരായ അമൃതം പൊടി അത് കുഞ്ഞു കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് അമ്മമാരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉഴുന്ന്, വെളിച്ചെണ്ണ, ഗോതമ്പ് അങ്ങനെ തരും ഇവിടെ ഗർഭിണികൾക്ക് അംഗനവാടിയില്. അത് ഓരോ സ്ഥലത്തെയും അതേപോലെ ഓക്കെ ഓരോ ഏരിയയുടെയും വ്യത്യസ്തമുണ്ട്. ഓരോ ജില്ലകൾക്കും പ്രിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ്, ശർക്കര അങ്ങനെ കൊടുക്കുന്നത്. അപ്പോ ഓരോ സ്ഥലത്തും ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഞാനൊക്കെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്കൊരു പാക്കറ്റ് പൊടിയായിരുന്നു കിട്ടിയിരുന്നത്. ചാപ്പല്ല് എന്നൊക്കെ പറയുന്ന പോലെ പാക്കറ്റിൽ പച്ച കളറിലെ പാക്കറ്റിലെ പൊടിയായിരുന്നു. നമുക്കത് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ ഓരോ ഏരിയയിലും ആ സമയത്തിനനുസരിച്ചിട്ടുള്ള ന്യൂട്രീഷൻ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്കിത എന്തെങ്കിലും പറയാൻ? ആ മാം, കർണാടകത്തിൽ കുറച്ച് അധികം തന്നെ തരലുണ്ട്. 25 eggs, 5 kg റൈസ്, 1 kg ചെറുപയറ്, പിന്നെ പരിപ്പ്, പിന്നെ സാമ്പാർ പൊടി 1 kg, 1 kg പിന്നെ ഇത് പാൽപ്പൊടിയാ. അങ്ങനെല്ലാം ഇപ്പോഴും കിട്ടുന്നുണ്ട് മാം. ആഫ്റ്റർ ഡെലിവറിയും കിട്ടുന്നുണ്ട് മാം. ഇപ്പൊ ഇനി കുഞ്ഞിക്ക് 6 months കഴിഞ്ഞ പിന്നെ മുട്ട കുറച്ച് കുറയും, 18 എന്തോ ആവും. പിന്നെ ഏകദേശം എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. അപ്പൊ ഈടെ വന്നിട്ട് അമ്മയ്ക്ക് ചോദിക്കുമ്പോ അമ്മ പറഞ്ഞു വെളിച്ചെണ്ണ കൈക്ക് തേക്കത്തത്ര വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട്.
പിന്നെ ഇടി ഗോതമ്പും ബെറ്റർ നീ അടന്നെ പോയി കട കുറെ സാധനം കിട്ടുന്നുണ്ട്. കേരളത്തില് ഭയങ്കര കഷ്ടമാണ്. എനിക്ക് തോന്നുന്നു കർണാടകത്തിലൊക്കെ എന്തോരം കാര്യങ്ങളാണ് അമ്മയിൽ മാർക്കും വേണ്ട. ശരിയാണ്, കർണാടകയിൽ എങ്ങനെ പോയി ഡെലിവറി കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും ഫെസിലിറ്റീസ് ഒരു ഗവൺമെന്റ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റ് കണ്ടുപഠിക്കണം അല്ലെ? നോ മാം, ഈ കാര്യത്തിൽ കർണാടക ഗവൺമെന്റ് ബെസ്റ്റ്, പിന്നെ ബാക്കി കാര്യത്തിൽ കേരള ഗവൺമെന്റ് ബെസ്റ്റ് ഞാൻ പറയാറ് മാം. ഇവൻ ഏതായാലും എഡ്യൂക്കേഷൻ ആവട്ടെ, പിന്നെ ഈ കാസ്റ്റിൻ്റെത്, പിന്നെ ഈ റിലീജിയൻ അതെല്ലാം കാര്യം നോക്കിയാൽ കേരളം ഏറ്റവും ബെസ്റ്റ്. മൈൻഡ് പീസ് ആയിട്ടുണ്ടാവും ഇവിടെ, ആടെ മൈൻഡ് ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ടാവും. ആരോടും സംസാരിക്കാനും പേടിയുണ്ടാവും. അങ്ങനത്തെ കാര്യം ഇപ്പൊ ആടെ കർണാടകത്തില്. ബട്ട് കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ബിക്കോസ് വി ആർ ലിറ്ററേറ്റ് ആണ്. അത് കറക്റ്റ് മാം. അതിലൊക്കെ പറയുന്ന തോന്നുന്നു കേരള ഈസ് എ ഗോഡ് ഓൺ കൺട്രി എന്ന് പറയുന്നില്ലേ. അപ്പൊ ആ കാര്യത്തിൽ അത് മീൻസ് അത് കറക്റ്റ് തന്നെ. ഓക്കെ, ഇനി നോക്കാട്ടോ. അടുത്ത പോയിന്റ് ആണ് മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്. നമുക്കറിയാം അമ്മമാര് നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് മദേഴ്സിനോട് കരയരുത്, അല്ലെങ്കിൽ അമ്മമാരോട് എന്ത് പറയാറുണ്ട്, അമ്മ വിഷമിക്കാൻ പാടില്ല. പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് വിഷമിച്ച് കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ഹെൽത്തിനെ ബാധിക്കും. അവരുടെ മെന്റൽ സ്റ്റേറ്റ്സ് ഒക്കെ ഈ കുട്ടിയുടെ ഹെൽത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. അതേപോലെ ഒരുപാട് ബുക്ക് റീഡ് ചെയ്യുക. അവർക്ക് എന്താണോ ഹാപ്പിനെസ് കിട്ടുന്നത് അത് ചെയ്യാൻ നോക്കാം. കാരണം നമ്മുടെ അമ്മയുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ആരെ അഫക്ട് ചെയ്യും? ജനിക്കാനിരിക്കുന്ന കുട്ടികളെ അഫക്ട് ചെയ്യും. സോ ആ സമയത്തുള്ള അമ്മയുടെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ആയിരിക്കും ഈ മെന്റൽ സ്റ്റേറ്റിൽ വരുന്ന ഡിഫറൻസ്. പക്ഷേ ഹെൽത്തിനുള്ള ഇഷ്യൂസ്, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം. ഓക്കെ, ഇനി മദേഴ്സ് റെഡ്നെസ് ടു ഹാവ് ദ ചിൽഡ്രൻ ഇൻ റെഡിനെസ് എന്ന് വെച്ചാല് അമ്മ തയ്യാറാണോ, അമ്മ ഓക്കെ ആണോ, ആ കുട്ടി ക്യാരി ചെയ്യാനായിട്ട് അമ്മ ഓക്കെ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു അമ്മയ്ക്ക് ആ കുട്ടിനെ ക്യാരി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പറയാം വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് ആ കുട്ടീനെ ഭയങ്കര ദേഷ്യം തോന്നാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ കറക്റ്റ് ടൈമിൽ പ്രഗ്നന്റ് ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മ റെഡി ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ നമ്മളുടെ കാര്യത്തിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ മെന്റലി ഒരുപാട് തയ്യാറാകാറുണ്ട് ഒരു അമ്മയാകാനായിട്ട്. ഫിസിക്കലി വരുന്ന മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, മെന്റലി നമ്മൾ ഓക്കെ ആവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെഡിയാക്കിയിട്ടാണ് ഒരു അമ്മ ആകാന്നുള്ളത്. എല്ലാവരും താല്പര്യം ചെയ്ത അമ്മമാരാകാന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മയാകാന്ന് പറയുന്നത് അത്രയും വലിയ ഭാഗ്യം വേറെ ഇല്ല. കാരണം നമ്മൾ ആലോചിച്ച് നോക്കി, എന്തോരം വിഷമവും എന്തോരം വേദനയും സഹിച്ച നമ്മൾ ആ കുട്ടീനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ സമയത്ത് അവനൊരു ചിരിയോ അല്ലെങ്കിൽ അവന്റെ കരച്ചില, ആദ്യത്തെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമായത്. അത്രയും ഹാപ്പിനെസ്സോട് കൂടി അവരെ വെൽക്കം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം എന്തായാൽ മതി, അമ്മയായാൽ മതി. അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം. കാരണം നമുക്കറിയാം ഇന്ന് ഒരുപാട് അമ്മമാരും പറയാൻ പറ്റില്ല, ഒരുപാട് പാരന്റ്സ് കുട്ടികളെ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ പെൺകുട്ടികളെ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഇല്ലെന്ന് വിചാരിക്കുന്നോടെ, പക്ഷെ എന്നാലും പെൺകുട്ടികളാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഇന്നും പല സ്ഥലത്തും കാണുന്നുണ്ട്. അപ്പോ മദേഴ്സ് റെഡിനെസ്, അമ്മയാകാന്നുള്ള തീരുമാനം അവരുടെയാണ്. അമ്മയുടെ ഹെൽത്ത് ഓക്കെയാണ്, അമ്മയുടെ മനസ്സ് അമ്മയാകാൻ തയ്യാറാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അവര് പ്രഗ്നന്റ് ആയാൽ മതി. ആ ഒരു കാര്യം കുട്ടിയുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യും. കാരണം ആ അമ്മയ്ക്ക് കുട്ടിനോട് ഒരു ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. കുട്ടി ജനിച്ചു കഴിഞ്ഞാലും ആ ഒരു ദേഷ്യം അവരുടെ കുട്ടിനോട് പ്രകടിപ്പിക്കും. സോ അത് കുട്ടിയുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യും. ദെൻ ന്യൂട്രീഷൻ, ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ട് അമ്മ ന്യൂട്രീഷൻ നല്ല രീതിയിൽ കഴിച്ചാൽ മാത്രം, അല്ലെങ്കിൽ നല്ല പ്രോപ്പർ ആയിട്ട് നമുക്കറിയാം അമ്മമാരാകുമ്പോൾ നമ്മുടെ എക്സ്ട്രാ ന്യൂട്രീഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് എടുത്താൽ മാത്രമേ കുട്ടിയുടെ ഹെൽത്ത് ഓക്കെ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളും കുട്ടിയുടെ ന്യൂട്രീഷൻസിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളും എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം അമ്മമാർക്ക്. ദെൻ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് ഇൻടേക്ക്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞൂടാ, പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് മദ്യം കഴിക്കുകയാണ് അല്ലെങ്കിൽ ആൽക്കഹോള് മദ്യമൊക്കെ കഴിക്കുകയാണെങ്കിൽ, ഓവറായിട്ട് കഴിക്കാൻ ഡ്രഗ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവര് ഹിയറിംഗ് ഇംപേഷ്യന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹിയറിംഗ് ഇംപയർമെന്റിനെ കുറിച്ചിട്ട് പഠിക്കും. അപ്പൊ പറയുന്നുണ്ട് അവിടെ ഹിയറിംഗ് ഇംപയർമെന്റിന് മെയിൻ ആയിട്ടുള്ള കാരണം ഈ ഡ്രഗ്സിന്റെയും
അതേപോലെ ആൽക്കഹോളിന്റെ യൂസേജ് ആണ്. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അമ്മ ഇതേപോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് മക്കൾക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ഇതേപോലത്തെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ വൈകല്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അമ്മമാര് ഒരു കാരണവശാലും ഡ്രഗ്സ്, ആൽക്കഹോള് അതേപോലെ തന്നെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതൊക്കെ നമ്മുടെ കുട്ടിയുടെ ഹെൽത്തിനെ അത് അഫക്ട് ചെയ്യും. ഇനി ആക്സിഡൻസ് നമുക്കറിയാം. പ്രഗ്നന്റ് ആയിട്ടുള്ള പറഞ്ഞോളാം. എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ സ്കൂളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു 10th വരെ. അത് കഴിഞ്ഞ് ആളുടെ കല്യാണം കഴിഞ്ഞു. ആള് കൺസീവ്ഡ് ആയി. ആ സമയത്ത് എങ്ങനെയോ ആള് ഇതുപോലെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്തു. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡും വൈഫും തമ്മിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താന്നറിയില്ല, കുട്ടി ഇതിന് അഡിക്റ്റ് ആയി. എന്നിട്ട് ഉണ്ണിക്ക് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ ഹാർട്ട് ഡിസീസ് വന്നു. എന്നിട്ട് ആളുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഉണ്ണിക്ക് സർജറി ചെയ്തു. അപ്പോ പിന്നെ ആള് എന്റെ ഫ്രണ്ട് ഓക്കെ ആയി. പക്ഷെ ഉണ്ണിക്ക് ഇപ്പോഴും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. മാം സെയിം ഒരു കേസ് ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് അവള് ചെയ്തതല്ല, പക്ഷെ അവളുടെ ഹസ്ബൻഡ് ഇതിന് അഡിക്റ്റ് ആയിരുന്നു. അപ്പൊ അവൾക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും ഡ്രഗ്സ്. അപ്പൊ ഇവള് പ്രഗ്നന്റ് ആയ സമയത്തും ഇത് കണക്ക് ചെയ്തു. പക്ഷെ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഇത് കണക്ക് ചെയ്ത് അവൾക്ക് ഓവർ ബ്ലീഡിങ് ആയപ്പോഴാണ് അറിയുന്നത്. പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നന്റ് ആണ്, അബോർഷൻ ആയിട്ടാണ് ഈ ബ്ലീഡിങ് ആയതെന്നും. അവള് പിന്നീട് മെന്റലി ഭയങ്കര ഡൗൺ ആയി. എന്നിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തും പിന്നെ ഞങ്ങളുടെ അവിടെ പഠിക്കാൻ അവൾ +2 പഠിക്കാൻ വരുന്നത് ഈ ഒരു റീസൺ കാരണമാണ്. ഡിവോഴ്സ്ഡ് ആയ ശേഷം ഇതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ടാണ് അവൾ ഞങ്ങളുടെ അവിടെ +2 പഠിക്കാൻ വരുന്നത്. അപ്പം അന്ന് അവൾക്ക് 23 വയസ്സുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ ഇടപെട്ട് പിന്നെ ഗ്രാജുവലി അവൾ മാറുകയാണ് ചെയ്തത്. കാരണം ഈ ഡ്രഗ്സിന്റെയും ആൽക്കഹോളിന്റെ യൂസേജ് അമ്മമാരെ പോലെ തന്നെ, അമ്മമാരെ നേരത്തെ അഫക്ട് ചെയ്ത പോലെ തന്നെ കുട്ടികളെയും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയുന്നവരോട് നമ്മളിത് പറഞ്ഞു കൊടുക്കുക, അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് എന്റെ അറിവിലാണ് അധികമാരും അമ്മമാർ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളിൽ അധികമാരും ഈ ഡ്രഗ്സ് അധികം യൂസ് ചെയ്യുന്ന കേട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞതാണ്, ആൽക്കഹോൾ ചിലവര് ഫങ്ഷൻസിനൊക്കെ കഴിക്കും, അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിച്ചിട്ട് കേൾക്കുന്നത്. പക്ഷെ ഡ്രഗ്സിന്റെ കാര്യം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതാണ്, തലമുറയിൽ വരുന്ന മാറ്റങ്ങളുടെ ഭാഗമായിരിക്കും. ഈ ആൽക്കഹോൾ ഡ്രഗ്സ് ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട്. ഈ സ്മോക്കിംഗ് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് നമ്മൾ അത് ശ്വസിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ബാധിക്കും. നമ്മൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ കൂടുതലുള്ളത് ഇപ്പൊ ഹസ്ബൻഡ് വലിക്കുകയാണ്, സിഗരറ്റ് വലിക്കുകയാണ്, പാസീവ് സ്മോക്കേഴ്സ് ആണ്. അവിടെ സ്മോക്ക് അല്ല അവർ ചെയ്യുന്നത്, ആ വലിച്ചു വിടുന്ന പുക അവര് എന്ത് ചെയ്യാണ്, അവര് എടുക്കാണ്. അപ്പോ അങ്ങനെ വരുമ്പോഴും എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, കുട്ടികൾക്ക് വൈകല്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സ്മോക്കേഴ്സ് ആവണത് തന്നെ ഇല്ല, പക്ഷെ പാസീവ് സ്മോക്കിംഗ് ആയാൽ പോലും കുട്ടികൾക്ക് വൈകല്യങ്ങൾ വരാം. ഇപ്പൊ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ കുട്ടിക്ക് ഹിയറിംഗ് ഇംപേർമെന്റ് വരാണെങ്കിൽ അതായിരിക്കും റീസൺ. അപ്പൊ അങ്ങനെയും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ശ്രദ്ധിക്കണം, നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, സ്റ്റെപ്പ് കയറാൻ പാടില്ല. അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്, മാക്സിമം ഈ ബൈക്കിലൊന്നും യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളോടും പറഞ്ഞിട്ടുണ്ടാവും, നമ്മളും ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിനോട് പറയാറുണ്ട്. ഇല്ലേ, അതെന്തുകൊണ്ടാണ് ഈ ആക്സിഡന്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആക്സിഡന്റ് കുട്ടിക്ക് അമ്മയ്ക്ക് സംഭവിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഇപ്പോ വേറെ അബോർഷൻ ഒന്നും ആയില്ലെങ്കിൽ പോലും ആ ഒരു ആക്സിഡന്റ് സൈഡ് എഫക്റ്റ് ജന്മനാലെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. എന്റെ അനിയത്തിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മ പോയി വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണെന്ന് വെച്ചാല് ചെന്ന് ഇടിക്കുകയാണ് ചെയ്തത്. എന്തോ തിങ്ങിയപ്പോ 9 monthsലാണ് സംഭവം നടക്കുന്നത്. 9 monthsലാണ് തിങ്ങിയപ്പോ വീടാണ്. ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവ നോർമൽ ആയിരുന്നു. പക്ഷേ അവളെ ഡെലിവറി കഴിഞ്ഞപ്പോ അവളുടെ കാല് വളർന്നിരിക്കുകയാണ്. ഒരു വശം ഇങ്ങനെ വളർന്നിരിക്കുകയാണ്, അപ്പൊ സാധാരണ കുട്ടികളുടെ പാദം നേരെ ഇരിക്കുന്നതിന് പകരം ഇവളുടെ കാല് മാത്രം ഇങ്ങനെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞത് എന്തെങ്കിലും ആക്സിഡന്റ് സമയത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മ പേടിച്ചിട്ട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ. പിന്നെ ആ കാലത്ത് സ്കാനിങ് ഒന്നും അത്രയും എഫക്റ്റീവ് അല്ല. നമ്മൾ എല്ലാപ്പോഴും ഈ 9 months സ്കാനിങ്ങോ അങ്ങനെ കുറെ സ്കാനിങ് ഒന്നുമില്ല, ഏകദേശം ഒരു സ്കാനിങ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ അത് അമ്മ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഡെലിവറി കഴിഞ്ഞു.
എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അച്ഛൻ ഇങ്ങനെ വൈദ്യന്റെ അടുത്ത് ഇങ്ങനെ ഒഴിയാനൊക്കെ പോകുന്ന ആളാണ്. കുരിശിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അച്ചാച്ചൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതൊന്ന് ജനിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോ മുതല് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാൻ തുടങ്ങുമല്ലോ. ആ സമയമാകുമ്പോ അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ചാല് കുഴമ്പിട്ട് അവളുടെ കാല് നല്ല രീതിയിൽ ഇങ്ങനെ നമ്മള് എന്താ പറയാ തിരിഞ്ഞൊക്കെ കൊടുത്ത് ആള് നോർമലാണ്. ഇപ്പൊ ആള് നമ്മൾ നടക്കുന്ന സാധാരണ പോലെയാണ് തോന്നുന്നത്. പക്ഷെ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അവൾക്ക് ഷൂ ഒന്നും ഇടാൻ പറ്റില്ല. കാരണം അവർക്ക് 2 കാലിന്റെയും വലിപ്പം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഷൂ ഇടാണെങ്കിൽ ഒരു കാല് ലൂസും ഒരു കാല് ടൈറ്റാണ്. അല്ലാതെ നോർമലി നോക്കുമ്പോ നമുക്ക് അതിന്റെ ഇഫക്റ്റ് അറിയാൻ പറ്റില്ല. പക്ഷെ ഷൂ പോലത്തേക്ക് ചെറുപ്പിടാണെങ്കിൽ ഒരു കാല് വലുതും ഒരു കാല് ചെറുതാണ്. അത് ചെറിയ ഡിഫക്റ്റ് ആണ്. അന്ന് ആ സമയത്ത് സംഭവിച്ച ഒരു ആക്സിഡന്റിന്റെ ഡിഫക്റ്റ് ആയിരുന്നു അത്. ആൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഫാമിലിയിലെ മെമ്പേഴ്സിനൊക്കെ അറിയാം അവർക്ക് ഒരു കാല് ഇപ്പൊ വലത്തേ കാല് വലുതും ഇടത്തേ കാല് ചെറുതുമാണ്. അത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ സംഭവിച്ചൊരു ആക്സിഡന്റ് മൂലമാണ്. പിന്നെ അച്ചാച്ചൻ ആ സമയത്ത് ചെറിയ സമയത്താണ് നമുക്കറിയാലോ നമ്മളുടെ ബോൺസും അതേപോലെ തന്നെ മസിൽസും ഒന്നും പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാത്ത സമയമാണ് കുട്ടികളുടെ. അപ്പൊ ആ സമയത്ത് പ്രോപ്പർ ആയിട്ട് അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുത്തത് കൊണ്ടാണ് വേറെ സൈഡ് എഫക്ട് ഒന്നും വരാഞ്ഞത്. എന്നുവെച്ചാൽ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്തു. ഫിസിയോതെറാപ്പി നമ്മൾ ഇന്ന് പറയുന്ന ഫിസിയോതെറാപ്പി പോലെ തന്നെയാണ് അന്നത്തെ ആ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ പ്രസവത്തിന് മുമ്പ് അമ്മമാർ കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടി എന്റെ ഉമ്മാക്ക് ഇതുപോലെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇമ്മ ഈ ഒരു മഴക്കാലത്ത് എന്തോ തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പോവായിരുന്നു 9 മന്ത്സില്. അപ്പൊ ഉമ്മ കാല് തെന്നി പാടത്ത് കൂടെ പോകുമ്പോ കാല് തെന്നി വീണിട്ട് ആരോടും പറഞ്ഞില്ല അതേപോലെ. എന്നിട്ട് ഡെലിവറി കഴിഞ്ഞപ്പോ എന്റെ 2 കാലും ഇതുപോലെ വളഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അത് 14 ഡേയ്സിൽ എന്തോട്ടോ സർജറി കഴിഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. അത് മാറിയല്ലോ. സർജറി ഒന്നും ചെയ്തില്ല. ആൾക്ക് അത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ, അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. വലിപ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത് ഷുഗർ 14 ഡേയ്സ് വരെ മറ്റേ കാലിന് പ്ലാസ്റ്റർ ഇട്ടിരുന്നു. 2 കാലിലും അത് ഇട്ടിരുന്നു. പക്ഷെ അത് ഇട്ടിട്ട് ശരിയാവില്ല എന്ന് കണ്ടപ്പോ പിന്നെ തമിഴ്നാട് വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തത് 14 ഡേയ്സ്. സെയിം ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് മണ്ടയിൽ തുണി വിരിക്കാൻ പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ കാല് തന്നെ വീണപ്പം അന്ന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് ചെറിയൊരു സ്പോട്ടിങ് കണക്ക് കണ്ട് ഡോക്ടറെ പോയി കണ്ട് സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ മോള് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് കാലിന് ഒന്നിന് വലിപ്പക്കുറവ് ഒന്നിന് വലിപ്പം കൂടുതലും കണക്ക് തോന്നി. പക്ഷേ അവള് നടന്നൊക്കെ തുടങ്ങിയപ്പോഴേക്കും ആദ്യമേയൊക്കെ നടക്കുമ്പം കാലിലെ കുഴഞ്ഞു പോകുന്ന കണക്കായി വീഴുമായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ച് കണ്ടപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല, അതങ്ങ് ശരിയായിക്കോളും, വളർന്നു വരുന്ന ആ സ്റ്റേജിൽ അതങ്ങ് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഈ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആക്സിഡൻസ് ഒക്കെ നമ്മൾ നിൽക്കാറുണ്ട് വിചാരിക്കും. കാരണം അത് നേരിട്ട് കുട്ടിയുടെ എന്താ പറയാ ഫിസിക്കൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളത് ശ്രദ്ധിച്ച് വേണം നോക്കാൻ വേണ്ടിയിട്ട്. ഈ പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സ് നമുക്ക് 3 ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. നോക്കാം, നമുക്ക് ഓരോന്നും എക്സാമ്പിൾ വെച്ച് തന്നെ കവർ ചെയ്ത് പോകാം. ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ലിവിങ് കണ്ടീഷൻ ആണ് ആ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലിവിങ് കണ്ടീഷൻ. ആ കുട്ടിയുടെ ലിവിങ് കണ്ടീഷൻ എങ്ങനെയാണ്? നല്ല സേഫ് ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻ ആണെങ്കിൽ ആ കുട്ടി ഫിസിക്കൽ എൻവയോൺമെന്റ് ഓക്കെ ആയിട്ട് നല്ല രീതിയിൽ അവർക്ക് നല്ല ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യും. പ്ലേ സ്പേസും എൻവയോൺമെന്റും ഉണ്ട്. അവർ കളിക്കാനും അതേപോലെ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവന് നല്ല പെട്ടെന്നായിരിക്കും ഡെവലപ്മെന്റ് പറ്റുന്നത്. കാരണം നമുക്കറിയാം ഈ കുട്ടികൾ പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ കളിക്കുന്നതൊക്കെ നല്ലതാണ്. അവന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ആക്ടിവിറ്റി ആണ് ഈ പ്ലേ സ്പേസ്. അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ഒക്കെ അവന് ഹെൽപ്പ് ചെയ്യും. നമ്മള് കുട്ടികളെ കളിക്കാനൊക്കെ അലോ ചെയ്യാം. പിന്നെ വരുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പ്രോപ്പർ ആയിട്ട് ഹെൽത്തും അതേപോലെ നല്ല ന്യൂട്രീഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ നല്ല ഡെവലപ്മെന്റ് ആയിരിക്കും. പക്ഷേ അതേപോലെ ഹെൽത്ത് മാൽ ന്യൂട്രീഷൻസ് ഒക്കെ ഉള്ള കുട്ടികളാണ്
ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓക്കെ ആയിരിക്കില്ല. ദെൻ ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്. ഇൽനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളോ നമുക്കറിയാലോ ജന്മനാലുള്ള അസുഖങ്ങളോ മറ്റെന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കില്ല, അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടും ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ ഫിസിക്കൽ എൻവയോൺമെന്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് കുട്ടിയുടെ ഡെവലപ്മെന്റില്. അതിൽ ലിവിങ് കണ്ടീഷൻ വരുന്നുണ്ട്, അതേപോലെ എൻവയോൺമെന്റ്, അവന്റെ ആ ഒരു വളർന്നു വരുന്ന ആ ഒരു എൻവയോൺമെന്റ്, ആ പരിസ്ഥിതി അല്ലെങ്കിൽ പ്ലേ സ്പേസ്, അവർ കളിക്കുന്നുണ്ടോ നല്ല രീതിയിൽ കളിക്കാനായിട്ടുള്ള സ്ഥലങ്ങള്, അതേപോലെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടോ, ഇനി അവന് ഇൽനെസ്സോ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ, ഇതെല്ലാം കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന് നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കും പ്ലേ സ്പേസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമുക്കറിയാം കുട്ടികളായിട്ട് തന്നെ കളിച്ച് അവരുടെ ആ ഒരു ഡെവലപ്മെന്റ്, അവരുടെ ആ ഒരു ഏജിലുള്ള ഡെവലപ്മെന്റ് എന്ത് ചെയ്യണം, അക്യൂർ ചെയ്യണം. അപ്പൊ ആ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവരുടേതായ ആക്ടിവിറ്റീസുകളിൽ അവർ എൻഗേജ് ചെയ്യണം. ദെൻ പറയുന്നതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ആണ്. ഓക്കെ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് കുട്ടിയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ബിഹേവിയർ ഡെവലപ്മെന്റ് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആണ് ഏത്? സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. പാരന്റൽ ആറ്റിറ്റ്യൂഡ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സിന്റെ കുട്ടികളാണെങ്കിൽ അവർക്ക് ആ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്, ഭയങ്കര റയർ ആയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെയാണ് ഫോളോ ചെയ്യുന്നെങ്കിൽ അവർക്ക് ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഓക്കെ ആയിരിക്കില്ല. പക്ഷെ നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ല ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന പാരന്റ്സ് ആണ് ആ കുട്ടികളെ വളർത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, ഒരു ഡ്രസ് ഇടുന്ന കാര്യമായാലും എന്ത് ആക്ടിവിറ്റീസും ഇൻഡിവിജ്വലി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് പെട്ടെന്ന് വരും. ഇനി ആ ഒരു ഫാമിലിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് വളരെയധികം കുട്ടിയുടെ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ആണെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ ആൾക്കാരുമായിട്ടൊരു എന്തുണ്ടാവും, എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. ഇനി ഫാമിലി സ്ട്രക്ചർ, നമുക്കറിയാം 2 ടൈപ്പ് ഫാമിലീസ് ഉണ്ട്, ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി. ജോയിന്റ് ഫാമിലി ആണെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടി അച്ചടക്കം ഉള്ളവരായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ജോയിന്റ് ഫാമിലിയിൽ വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി എന്താണ് അച്ചടക്കം ഉണ്ടാവും, അവർ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യും, അവർക്ക് ഓൾഡർ വൺസിനെ റെസ്പെക്ട് ചെയ്യാൻ അറിയാം. ഷെയറിംഗ് ഹാബിറ്റ്, കാരണം ഒരുപാട് പേരുണ്ട് ഫാമിലിയിൽ, സോ അതുകൊണ്ട് ഷെയറിംഗ് ഹാബിറ്റ് അവർ ചെറുപ്പത്തിലേ പഠിക്കും. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഒരു ജോയിന്റ് ഫാമിലിയിൽ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷെ ന്യൂക്ലിയർ ഫാമിലിക്ക് നോക്കുമ്പോൾ അച്ഛനമ്മ കുട്ടി അത്രേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അച്ഛനമ്മയും വർക്കിംഗ് ആയിരിക്കും, കുട്ടീനെ ചിലപ്പോൾ ഫുൾ ടൈമും കെയർ ടേക്കർ ആയിരിക്കും നോക്കുന്നത്. സോ അവിടെ ഒരു എന്താ പറയാ, ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സ് ഇല്ലെങ്കിൽ പോലും ഗ്രാൻഡ് പാരന്റ്സ് ആണ് നോക്കുന്നത്. സോ അവിടെ അവർക്ക് വേണ്ട കെയറും ലവും ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ജോയിന്റ് ഫാമിലിയിൽ. പക്ഷെ ന്യൂക്ലിയർ ഫാമിലിക്ക് വരുമ്പോൾ കെയർ ടേക്കേഴ്സ് ആണ് നോക്കുന്നത്, അച്ഛനമ്മയും ജോലിക്ക് പോകുന്നു, ചിലപ്പോൾ സിംഗിൾ മദർ ആയിരിക്കും. അപ്പോൾ അവർക്ക് അത്രയും പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യണമെന്നില്ല. ലാംഗ്വേജ് ഡെവലപ്മെന്റും ജോയിന്റ് ഫാമിലി അതേ കേട്ടോ കാര്യം വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. കാരണം നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആര് സംസാരിക്കും, ഇപ്പോ ഗ്രാൻഡ് പാരന്റ്സ് കുട്ടികളോട് സംസാരിക്കും. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ജോയിന്റ് ഫാമിലിയിൽ ജീവിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഈ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ്സ് ഒക്കെ നമ്മളോട് ഭയങ്കര ദേഷ്യത്തോടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടല്ലേ പെരുമാറിയിട്ടുള്ളത് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ. ഈ ഗ്രാൻഡ് പാരന്റ്സ് കുട്ടികളുടെ ഒപ്പം പോയി കളിക്കണം ഇപ്പൊ കാണാൻ പറ്റും. നമ്മളൊന്ന് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഭയങ്കരമായിട്ട് അവരോട് എൻജോയ് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഭയങ്കര ഒരു ബോണ്ട് ആയിരിക്കും ഈ ഗ്രാൻഡ് പാരന്റ്സ് പേരക്കുട്ടികളും തമ്മിൽ, അല്ലെ? എന്താ പറയാ, ഭയങ്കര ഒരു ബോണ്ട് ആയിരിക്കും, അത് നമ്മൾ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ഫാമിലി സ്ട്രക്ചർ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി സെക്സ് ആൻഡ് കൾച്ചർ, ഇപ്പൊ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ളതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൾച്ചർ, നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ കൾച്ചർ ഉണ്ടാവും, ആ കൾച്ചർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് നമ്മുടെ കൾച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റിലീജിയസ് കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം ഒരു കുട്ടിയുടെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി വരുന്നതാണ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്.
നല്ല ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി വേണം. എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒത്തിരി വികാസം സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളില്ലേ ഒരു കാര്യവും കുട്ടീനെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. അത് ഒരു 3 വയസ്സായ കുട്ടീനെ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ചെയ്യിക്കാം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനായിട്ട് പറ്റും. നമ്മൾ മാക്സിമം അവരെ തന്നെ അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അവരെ വിടാം. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ടൈം കൊടുക്കാം. പാരന്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ അമ്മമാരാണ്. എല്ലാ കാര്യവും അമ്മമാർ ചെയ്തു കൊടുക്കും. ആ കുട്ടികളെ കൊണ്ട് ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. ഈ അമ്മമാരുടെ ഓവർ സ്നേഹമാണ് പ്രശ്നം. അപ്പോ എനിക്ക് ഇത് 2 കുട്ടികളാണ്. ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അത് ഓവറായിട്ടൊന്നും ചെയ്തൊന്നും കൊടുക്കൂല. അപ്പൊ എല്ലാവരും വിചാരിക്കും ഈ അമ്മയ്ക്ക് എന്താ സ്നേഹമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആള് ഒരു 4 വയസ്സായി, മൂത്ത മോൾക്ക് 4 വയസ്സായിട്ടുണ്ട്, 4 കഴിഞ്ഞു. അപ്പൊ ആള് ഇപ്പൊ ഒറ്റയ്ക്കാണ്. ഡ്രസ്സ് ചെയ്യുന്നതായാലും ഷൂ ലേസ് കെട്ടുന്നതായാലും ബാഗ് എടുത്ത് വെക്കുന്നതും ഒക്കെ ആളിപ്പോ ഏകദേശം ഒറ്റയ്ക്കാണ്. പിന്നെ ആൾക്ക് ആകെ ഒരു ഡിഫിക്കൽറ്റി ഉള്ളത് മുടി കോംബ് ചെയ്യാൻ മാത്രമാണ്. അത് മാത്രം ഞാൻ ചെയ്തു കൊടുക്കാം. രാവിലെ റെഡി ആവുകയാണെങ്കിൽ മുടി കോംബ് ചെയ്യണം മാത്രമേ എനിക്ക് ഡ്യൂട്ടി ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ഒറ്റയ്ക്ക് തന്നെയാ ചെയ്യുന്നത്. കാരണം ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചൊന്നല്ല കേട്ടോ. ഒത്തിരി നാൾ എന്ന് വെച്ചാല് ഒത്തിരി നാൾ ഞാൻ ശ്രമിച്ചിട്ട് മാറ്റം വന്നതാണെന്ന് പറയാം. കാരണം എനിക്ക് ഡെലിവറി അടുത്തടുത്തായിരുന്നു. 2 ഡെലിവറി വന്നതിൽ ഗ്യാപ്പില്ല. സോ മൂത്ത ആളെ ഞാൻ 2 പേരെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആള് കുറച്ചുകൂടി സെൽഫ് ഡിപ്പെൻഡന്റ് ആയി. ചില ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. സോ അമ്മയ്ക്കത് സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു ആദ്യം. ഹസ്ബൻഡിന്റെ അമ്മയൊന്നും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. എന്നെ കുട്ടിനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നതെന്ന് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ഇത് പഠിപ്പിക്കുന്നത് കൊണ്ടും പഠിച്ചതുകൊണ്ട് എനിക്കറിയാം കുട്ടികളെ കൊണ്ട് അവരുടെ ഏജിനനുസരിച്ച കാര്യങ്ങൾ ചെയ്യിക്കണം എന്ന് എനിക്കറിയാം. എന്നാലും അവരുടെ ഡെവലപ്മെന്റ് സംഭവിക്കുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ മാക്സിമം ഞാൻ അവളെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കാറ്. ഒത്തിരി ഹെവി ആയിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല, എന്നാൽ പക്ഷെ അവളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ടാസ്കുകൾ ഞാൻ ചെയ്യിക്കും. ഇപ്പൊ കുക്കിംഗ് ഒക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ പറയാ, ഞാൻ പഠിച്ച മിക്ക കാര്യങ്ങളും അവളിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസിലാക്കിയിട്ട് കുക്കിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം ആൾക്ക് ഇൻട്രസ്റ്റ് ആണ്. സോ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. അതേപോലെ തന്നെ ഞാൻ 1.5 വയസ്സുള്ളപ്പോ മുതൽ അവർക്ക് വെള്ളം കൊടുക്കുമല്ലോ. നമ്മൾ സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിലാണ് എല്ലാവരും വെള്ളം കൊടുക്കുന്നത്. കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിലാണ് വെള്ളം കൊടുക്കുക. ഇവിടുത്തെ ഹസ്ബൻഡിന്റെ അമ്മയും പറഞ്ഞു സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു സെപ്പറേറ്റ് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കുട്ടി ഗ്ലാസ്സിൽ തന്നെ കൊടുത്തു നോക്കട്ടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന്. പക്ഷേ ആള് കറക്റ്റ് ആയിട്ട് ഇപ്പൊ വെച്ചാല് കുപ്പി ഗ്ലാസ് അവളുടെ കയ്യിൽ ഇതുവരെയും വീണ് പൊട്ടിയിട്ടില്ല. വെള്ളം കുടിക്കാനും അതെടുത്ത് ശ്രദ്ധയോടെ നീക്കി വെക്കാനൊക്കെ സ്വയം പഠിച്ചു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുള്ളൂ കേട്ടോ. അപ്പൊ അത് വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അതിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അവർക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം. നമ്മൾ പാരന്റ്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കരുത്. ഇപ്പൊ പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, പക്ഷെ 2 പേരും ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മൾ ഡിഫറൻസ് കാണിക്കും. 2 പേരെയും എന്ത് ചെയ്യണം, അവരവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യണം. ഇനി ഞാനൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിച്ച് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയാണെന്ന്. അങ്ങനെയല്ല. എന്റെ മോനുണ്ട്, ഇളയത് 2 വയസ്സാണ്, 2-2.5 വയസ്സാണ് ആൾക്ക്. ആള് ഇപ്പോ എന്തെങ്കിലും അഴുക്കൊക്കെ കാണാന്ന് വിചാരിക്കും, വീട്ടിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അവിടേക്ക് ഒരു തുണി വെച്ചാല് തുടയ്ക്കുന്ന തുണിയാണെങ്കിൽ ആള് പോയി അതെടുത്ത് കൊണ്ടുവന്ന് ഇടും. എന്നിട്ട് അത് അവൻ തന്നെ തുടയ്ക്കും. നമ്മളത് ഞാൻ ചെയ്ത് കണ്ടിട്ടുള്ള ശീലം കൊണ്ട് അവൻ ചെയ്യുന്നതാണ്. ഞാനത് വേണ്ട എന്ന് പറയാറില്ല. അതേപോലെ തന്നെ വീട്ടിലെവിടെയെങ്കിലും നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച പാത്രങ്ങളോ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുക്കളയിലാണെങ്കിൽ അവൻ തന്നെ അത് കൊണ്ടുവന്ന് വെക്കും. ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് എനിക്ക് തരും. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ക്ലാപ്പ് ചെയ്യും. ഗുഡ് ബോയ്, നല്ല കുട്ടിയാണ്, താങ്ക് യു പറയും. അപ്പൊ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവന് സന്തോഷമാവും. അങ്ങനെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ച് അവൻ ഇപ്പൊ എവിടെ പാത്രങ്ങൾ കണ്ടാലും എന്റെ കയ്യിൽ കൊണ്ടുതരും. ഞാൻ എന്ത് ചെയ്യും, ഞാൻ വീണ്ടും പറയും ഹായ് ഗുഡ് ബോയ് ആണ് കേട്ടോ, താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവൻ ഭയങ്കര സന്തോഷം. സോ നമ്മൾ അവരെ തന്നെ ട്രെയിൻ ചെയ്യണം. അവരോട് സ്ട്രിക്റ്റ് ആയിട്ടല്ല പറയുന്നത്, എടാ അതെടുത്തൊന്ന് വെക്കുക അല്ലെങ്കിൽ എടാ ഇത് ചെയ്യുക അങ്ങനെ പറയും. ചില കുട്ടികളോട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ചിലവരോട് അതൊന്ന് ചെയ്യാവോ, നമുക്ക് അതൊന്ന് റോള് ചെയ്ത് നോക്കിയാലോ, ഡ്രസ്സൊക്കെ കറക്റ്റ് ആയിട്ട് റോൾ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പൊക്കെ ഇടണം. ഓരോ രീതി, ഓരോ കുട്ടികളുടെ രീതി നമുക്കറിയാം, ഡിഫറെന്റ് ആണ് ഓരോ കുട്ടികളും. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരത് എക്സ്പ്ലോർ ചെയ്യിക്കണം. പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി അവര്
അത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കും കൂടി ചെയ്യാലോ എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ആവും. ഓക്കെ, ഇനി അടുത്തത് അക്രോസ് ഇൻക്വസ്റ്റിക്കും ടു ആസ്ക് ക്വസ്റ്റ്യൻ. ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് നമ്മൾ പറയും. ഞാൻ പഠിപ്പിക്കുന്ന ഓക്കേടാ വായിക്കുന്നുണ്ട് മെസ്സേജുകള്, എല്ലാവരും മെസ്സേജ് കാണുന്നുണ്ട്. ഓക്കെ, വീട്ടിൽ ഹെൽപ്പ് ചെയ്യും, നല്ല കാര്യമാണ്. നമ്മള് അമ്മമാരായിട്ട് നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമ്മള് ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികള് ഭയങ്കര എന്താ പറയാ, ഭയങ്കരമായിട്ട് അവർക്ക് ഐക്യ കൂടുതൽ. നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികളെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അത് എന്തുകൊണ്ടാണ് അങ്ങനെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ എന്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികളായാലും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളായാലും ഈ വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുട്ടികൾക്ക് ഐക്യു ലെവൽ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അതെന്താ കാരണം, അതങ്ങനെ ആയത് എന്തുകൊണ്ടാണ്, വൈ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, അവർക്ക് ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഐക്യു കൂടുതലായിരിക്കും. ഓക്കെ, നമ്മളപ്പോ നമ്മുടെ കുട്ടികൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മാക്സിമം അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആൻസർ പറയണം. അത് അറിഞ്ഞുകൂടെങ്കിൽ നമ്മളത് എവിടെന്നെങ്കിലും സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കണ്ടെത്തി പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാ ചോദ്യത്തിനുള്ള ആൻസറും അറിഞ്ഞുകൂടാ, ചിലപ്പോൾ അറിയാൻ പറ്റില്ല, കാരണം മനുഷ്യരല്ലേ. അപ്പൊ ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ ടീച്ചറായിട്ട് പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കാണ്, ആ ക്വസ്റ്റ്യൻ അറിഞ്ഞുകൂടെങ്കിൽ നമ്മ അവനെ നിരുത്സാഹപ്പെടുത്തരുത്. നീ ഒന്ന് പോയി ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊന്നും പറയരുത്. അവരോട് അറിഞ്ഞുകൂടെങ്കിൽ ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞു തരാട്ടാ എന്ന് പറയാം. അപ്പൊ അവന് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള താല്പര്യം കൂടും. എൻകറേജ്മെന്റ് ബൈ ഗിവിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്, നല്ല കാര്യം. ഞാനിത് പറയേ, മോൻ ക്ലാസ്സിൽ കൊടുത്തത് ഞാൻ എന്ത് ചെയ്യും, താങ്ക് യു പറയും, ക്ലാപ്പ് ചെയ്യൂ എന്നൊക്കെ പറയില്ല. അതേപോലെ നിങ്ങളും എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ ചെറിയ ആക്ടിവിറ്റി ആണെങ്കിൽ പോലും അവർ കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അവരെന്ത് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കാനായിട്ട് നോക്കാം. ചെറിയ ആക്ടിവിറ്റീസ് ആയിരിക്കും, പക്ഷെ നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് മുന്നോട്ട് വരും. ഇനി നെക്സ്റ്റ്, പ്രൊവൈഡിങ് എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റി, നെയിംലി റീഡിങ്, സ്റ്റോറി ടെല്ലിംഗ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക്, ഡാൻസിങ്, ഡ്രാമ. ഓക്കെ, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. റീഡ് ചെയ്യുന്നത്, കഥ പറയുന്നത്. ചില കുട്ടികളില്ലേ, കുഞ്ഞു കുട്ടികളായിരിക്കും, കഥ പറയുന്നത് ഇങ്ങനത്തെ രസമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടേ, പാരന്റ്സ് ആയിട്ടുള്ള അമ്മമാരോട് ഞാൻ പറയാണ്, കുട്ടികള് സ്കൂളിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കാം ഇന്ന് എന്തൊക്കെയാ നടന്നത്. അവര് ഭയങ്കര ത്രില്ലായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയും, ആ സംഭവം അന്ന് നടന്നു അല്ലെങ്കിൽ ആ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞുതരും. ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടായിരിക്കും പറയുന്നത്. നമ്മൾ അതൊക്കെ എന്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് വിടാം. ദെൻ ഡ്രോ ചെയ്യാനുള്ള കഴിവുകളുണ്ടെങ്കിൽ ഡ്രോ ചെയ്യാനുള്ള മെറ്റീരിയൽസ് കൊടുക്കുക, അവരത് സപ്പോർട്ട് ചെയ്യാം. മ്യൂസിക്, ചില കുട്ടികൾ ചെറുപ്പത്തിലെ മ്യൂസിക് ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, സോ അത് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ഡാൻസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്താൽ മതിയായിരിക്കും, അവരെന്തായിരിക്കും അതിൽ പെർഫെക്റ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്. ഓക്കെ, നമ്മൾ നോക്കാം. മോണ്ടിസോറി അക്നോളജ് ദ പാസീവ് നേച്ചർ ഓഫ് ദ ചിൽഡ്രൻ. അപ്പൊ ഈ മോണ്ടിസോറി പറയുന്നത് കുട്ടികളുടെ ഈ പാസീവ് ഗ്രാസ്പ് ചെയ്യുന്ന നേച്ചറിനെ കുറിച്ചിട്ടാണ്. ദി ഗോ ത്രൂ ദ പീരീഡ് ഓഫ് അബ്സോർപ്ഷൻ ഫ്രം ദ എൻവയോൺമെന്റ്. കുട്ടികൾ ഓരോ കാര്യങ്ങളും അവരുടെ ചുറ്റുപാടിൽ നിന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അവന്റെ നല്ല ക്യാരക്ടേഴ്സിന് മെയിൻ അഫക്ട് ചെയ്യുന്ന എന്താണ്, അവന്റെ ചുറ്റുപാടാണ്, അവന്റെ എൻവയോൺമെന്റിൽ നിന്നാണ് അവന് കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പൊ എന്താണ്, ഒരു ജോയിന്റ് ഫാമിലി ആണെങ്കിൽ അവനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് അവർക്ക് പഠിക്കുന്നുണ്ട്, ആ ഫാമിലിക്ക് പഠിക്കുന്നുണ്ട്, ഷെയറിംഗ് ഹാബിറ്റ് പഠിക്കുന്നുണ്ട്, ഹെൽപ്പിംഗ് ഹാബിറ്റ്, ഇതെല്ലാം അവന്റെ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് അവൻ എന്ത് ചെയ്യാണ്, അബ്സോർബ് ചെയ്യാണ്. ഷീ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അതുകൊണ്ടാണ് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് കൂടുതലായിട്ട് ഒരു ഇമ്പോർട്ടൻസ് മരിയ മോണ്ടിസോറി കൊടുക്കുന്നത്. At the same time, she recognized the strong active nature of the children. അതേ സമയത്ത് തന്നെ കുട്ടികളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേച്ചർ നമ്മൾ അവിടെ തിരിച്ചറിയുന്നുണ്ട്. Allow the children to the freedom to choose their own activities voluntarily. അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ, നിങ്ങൾ തേർഡ് പാർട്ടിയൊക്കെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പൊ മോണ്ടിസോറി മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യണം, അവർക്ക് ഇഷ്ടമുള്ള മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അവർ അലോ ചെയ്യാറുണ്ട്. നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള
ആക്ച്വലി നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമില് കുട്ടികൾക്ക് കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫ്രീഡം. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം, പാറ്റേൺസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്? ഒന്നുമില്ല, നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് തന്നിരിക്കുന്ന ആക്ടിവിറ്റി അല്ലേ? ഓക്കെ കേട്ടോ, ഞാനേ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരാണ്. ആൽഫബറ്റ്സ് ഉണ്ടല്ലോ നമ്മുടെ ആൽഫബറ്റ്സ് ABCD. അപ്പൊ അത് നിങ്ങൾ സാൻഡ് പേപ്പറിൽ 1 മിനിറ്റ് കേട്ടോ. ആൽഫബറ്റ്സ് സ്റ്റാൻഡ് പേപ്പറിൽ കാണിക്കും. എന്ന് വെച്ചാൽ സ്റ്റാൻഡ് പേപ്പറിൽ അത് ഞാൻ കാണിച്ചു തരാം. ചാർട്ട് പേപ്പർ ആണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാൻഡ് പേപ്പർ ഉണ്ട്. സാൻഡ് പേപ്പർ നമുക്ക് കിട്ടും, ഞാൻ കാണിച്ചു തരാം. അത് ഡിഫറൻസ് ആയിരിക്കും. സോറി, നോക്കട്ടോ. ഓക്കെ, ഇതില്ലേ ഞാനിപ്പോ ഇമേജ് ഷെയർ ചെയ്യുന്നത് സാൻഡ് പേപ്പറിലുള്ള ആൽഫബറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ സാൻഡ് പേപ്പർ ഇല്ലേ നമ്മള് പോളിഷ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, മിക്ക വർക്കിനും ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. പോളിഷ് ഒക്കെ ചെയ്യാൻ സമയത്ത് യൂസ് ചെയ്യുന്നത്, പെയിന്റിങ്ങിന്റെ ഒക്കെ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ. അപ്പൊ അത് ഈ കട്ട് ചെയ്തിട്ട് നമ്മളുടെ ആൽഫബറ്റ്സ് കട്ട് ചെയ്തിട്ട് ഇതേപോലത്തെ ഇപ്പൊ ബാക്കി കാണുന്ന റെഡ് ബ്ലൂ നമുക്ക് ചാർട്ട് ആയാലും കുഴപ്പമില്ല, ചാർട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കി ആ ബ്ലാക്ക് കളറിൽ കാണുന്നത് സാൻഡ് പേപ്പർ ആണ്. സാൻഡ് പേപ്പറിൽ നമ്മൾ ആ അക്ഷരം എഴുതിയിട്ട് അത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഒരു കാർഡുകൾ നിങ്ങൾ തയ്യാറാക്കണം. ഇതാണോ എന്താണ്? ഒരു മിനിറ്റ് പിൻ ചെയ്ത് നോക്കട്ടെ, കാണാൻ പറ്റുന്നില്ല. നോക്കട്ടെടാ. അതെ അതെ, പല തിക്നെസ്സിൽ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. പല തിക്നെസ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നല്ല സ്മൂത്ത് എന്ന് വെച്ചാൽ നമ്മൾ ആ ചാർട്ടിനേക്കാളും കുറച്ചും കൂടി ഡിഫറൻസ് നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ സെൻസേറിയൽ ആക്ടിവിറ്റീസ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. സെൻസ് ചെയ്യാൻ, ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറയും. അപ്പോൾ ഈ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ടച്ച് ചെയ്ത് ഞാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സാൻഡ് പേപ്പറിൽ ചെയ്യാൻ പറയുന്നത്. സ്മൂത്തിനേക്കാളും കുറച്ചും കൂടി റഫ് ആയിട്ടുള്ളൊരു സർഫസ് ആണല്ലോ ഈ സാൻഡ് പേപ്പറിനേക്കാൾ. അത് കുറച്ച് നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവർക്ക് ടച്ച് ചെയ്ത് നോക്കാനൊക്കെ പറ്റും. ആ ഷേപ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ആൽഫബറ്റ്സ് മനസ്സിലായോ? ചാർട്ട് കട്ട് ചെയ്തെടുക്കുക, അതില് സാൻഡ് പേപ്പറിലെ അക്ഷരങ്ങൾ കട്ട് ചെയ്ത് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ആക്ടിവിറ്റി എന്നത്തേക്ക് ചെയ്യാൻ പറ്റും? മാം ഒരു മിനിറ്റ്, ഈ എ എന്നുള്ളത് നമ്മൾ സാൻഡ് പേപ്പർ കൊണ്ട് കട്ട് ചെയ്ത് എ എഴുതണം അല്ലേ? എന്നിട്ട് ചാർട്ടിൽ ഒട്ടിക്കും. അതെ, ഓക്കെ ഓക്കെ. അത് സാൻഡ് പേപ്പറിൽ തന്നെ കട്ട് ചെയ്ത് സാൻഡ് പേപ്പറിൽ തന്നെ ഒട്ടിക്കണം എന്നാ? അല്ല, ചാർട്ടിൽ ഒട്ടിക്കണം. ചാർട്ടിന്റെ ബ്ലോക്സ് പോലെ ഓരോന്നോരോ പാർട്സ് ആയിട്ടല്ലേ വേണ്ടേ? അതെ, ABC സെപ്പറേറ്റ് കാർഡുകൾ പോലെ, ചാർട്ടിലല്ല കാർഡുകൾ പോലെ. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ട്. ഇപ്പൊ ഒരു കാർഡിലാക്കി ABCD ഇപ്പൊ ഒരു പിക്ചർ ഉണ്ട്, ഇതില് മനസ്സിലാവുന്നു. കാർഡ്ബോർഡിലാണോ ഒട്ടിക്കാറുള്ളത്? അപ്പം കാർഡ്ബോർഡ് വേണ്ട, ചാർട്ട് പേപ്പർ ആയാലും കുഴപ്പമില്ല. കുറച്ച് കനമുള്ള ചാർട്ട് പേപ്പർ. ഈ പിക്ചറിൽ കാണുന്ന മോഡലല്ലേ? നമ്മൾ നേരത്തെ കാണിച്ചു. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു ടച്ച് ചെയ്ത് നോക്കൂലേ, കണ്ടോ ഇവിടെ ഡിഫറൻസ് ഉണ്ട്. സ്മൂത്തും അതേപോലെ റഫ് ആയിട്ട് നമുക്കത് കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഓക്കെ, കാണുന്നത് മാത്രം മതി, അതോ സ്മോൾ ലെറ്ററും വേണോ? ക്യാപിറ്റൽ ലെറ്റർ മതി. രണ്ടും വേണം, എന്നാലും ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ചെയ്യണോണ്ട് അങ്ങനെ. ഓക്കെ അല്ലേ? എന്നത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും?
മാം ക്യാപിറ്റലും സ്മോളും വേണോ? രണ്ട് ചാർട്ട് ആയിട്ടാണ്. നമുക്ക് ഓരോ ആക്ടിവിറ്റി ആണ്. ക്യാപിറ്റൽ വേണം, സ്മോൾ വേണം, ദെൻ നമുക്ക് നമ്പേഴ്സ് വേണം. 3 സെഷനാണ് സാൻഡ് പേപ്പറിൽ ഇതിൽ വരുന്നത്. അല്ലെങ്കിൽ മോൺസോറിൽ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് 3 എണ്ണമാണ്. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, പിന്നെ ഞാൻ എന്താ പറയുക ന്യൂമറിക്കൽസ് 0, 1, 2, 3, 4, 5, 6, 9 വരെ വേണം. അപ്പൊ അത് ഒരു നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഒരു മാസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വീക്ക് ഗ്യാപ്പ് മതിയോ? മതി നെക്സ്റ്റ് വീക്ക് നമ്മൾ ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്റർ എല്ലാവരും തയ്യാറാക്കും അല്ലെ? നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മെയ് 1 ഓക്കെ അല്ലേ? മെയ് 1 നിങ്ങൾ എല്ലാവരുടെ കയ്യിലും സാൻഡ് പേപ്പർ കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത ഇത് വേണം, ആൽഫബറ്റ്സ് വേണം. ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്യാം കേട്ടോ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, സാൻഡ് പേപ്പർ അവൈലബിൾ അല്ലെങ്കിൽ അതുപോലെ റഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ചെയ്യാൻ പറ്റുമോ? നമ്മള് ബാക്കിൽ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് വ്യത്യാസം വേണം. നമുക്ക് എന്നാലേ ടച്ച് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ ഏതാണ് അവൈലബിൾ? പല മെറ്റീരിയൽസ് കിട്ടും നമുക്ക്, ഹാർഡ് ആയിട്ടുള്ള കുറച്ച് പരുക്കനായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. ഇവിടെ ഗ്ലിറ്റർ പേപ്പർ അതുപോലെ കിട്ടാനുണ്ട്. ദുബായിൽ ഇവിടെ എനിക്ക് സാൻഡ് പേപ്പർ കിട്ടുമെന്ന് അറിയില്ല. ഗ്ലിറ്റർ പേപ്പറിൽ കുറച്ച് റഫ് ആയിട്ട് വരുന്നത് കിട്ടാനുണ്ട്. അതായാലും തെർമോമീറ്റർ ഡിഫറൻസ് ഉള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്താൽ മതി. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബോർഡും അത് തമ്മിൽ ഡിഫറൻസ് നമുക്ക് തോന്നുന്നു. അപ്പൊ അവൈലബിൾ ആവണമെന്നില്ല എല്ലാവർക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കണം. കുട്ടി ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ആ ഒരു ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കണം. തെർമോകോള് എനിക്ക് തോന്നിയിട്ടില്ല. തെർമോകോള് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുമോ? മിസ്സേ, നമ്മൾ ഈ സാൻഡ് പേപ്പർ കൊണ്ട് ലെറ്റേഴ്സ് കട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡിനകത്ത് ഒട്ടിക്കണം എന്ന് പറഞ്ഞ അതേപോലെ കാർഡ്ബോർഡ് ആയാലും കുഴപ്പമില്ല, ചാർട്ട് ആയാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് മെറ്റീരിയലാണ് കിട്ടുന്നത് അതിൽ ഒട്ടിക്കാം. പക്ഷേ ഞാൻ കാർഡ്ബോർഡ് എന്താ പറയാത്തത് വെച്ചാൽ കാർഡ്ബോർഡിന് ഒരു കളർ ഉണ്ട്, പക്ഷെ ചാർട്ട് ആവുമ്പോൾ കളർഫുൾ ആയിരിക്കും. കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ. അതാ ചാർട്ടിനകത്ത് ഒട്ടിക്കാൻ പറഞ്ഞത്. ആ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ അതേ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഇതിൽ ഒട്ടിക്കാനാ ചാർട്ടില. ഓക്കെ മിസ്, താങ്ക് യു. അത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇമേജിൽ കാണുന്ന പോലെ നമ്മളൊരു ബോക്സ് തയ്യാറാക്കാം. ബുദ്ധന്റെ ഒന്നും ബോക്സ് ആവണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ളൊരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് പ്രാക്ടിക്കലിനൊക്കെ പോകുമല്ലോ, അല്ലെ? പ്രാക്ടിക്കൽ അല്ല, പ്രാക്ടീസിന് പോകില്ലേ? ആ സമയത്ത് നമുക്ക് കൊണ്ടുപോകാനും കുട്ടികളെ അത് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് തേഴ്സ്ഡേ നമ്മൾക്ക് പ്രസന്റ് ചെയ്യും. എല്ലാവരും റെഡി ആയിട്ട് വേണം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, അതേപോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും പറഞ്ഞു. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ പറയുന്നത് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിലെ നാഴികക്കല്ല് അല്ലെ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ സ്റ്റേജസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് കൺസംഷൻ ടു ദ എൻഡ് ഓഫ് സെക്കൻഡ് വീക്ക്. നമ്മൾ ആ ഒരു എന്താ പറയാ സ്പെർമും എഗ്ഗും കൂടി കൺസീവ് ആയി ഇനി ഒരു 2 ആഴ്ച വരെയാണ് പീരീഡ് ഓഫ് ഓവം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് 2 to 8 വീക്ക് ആണ്. പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് ഓവത്തിൽ നിന്ന് എംബ്രിയോയിലേക്ക് വരുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 2nd വീക്ക് മുതൽ 8th വീക്ക് വരെയാണ്. ഓക്കെ, അത് കഴിഞ്ഞു നമ്മുടെ കുട്ടി ട്രൈ ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി. നമ്മൾ ഹെഡ് സ്റ്റഡി ആയിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുന്നത് 8 months till ബർത്ത് ആണ്. നമുക്ക് ആ കുട്ടി അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് മുതൽ ആ ബർത്തിന്റെ സമയം വരെ കുട്ടി ആ ഹെഡ് ഇങ്ങനെ ഹൈ ആക്കി നിർത്താനാണ് ശ്രമിക്കുക. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് കുട്ടി ജനിച്ചു. അത് കുറച്ച് കാര്യങ്ങളോട് പറയുന്നില്ല, നമുക്ക് എന്നാലും പറയാം. നമ്മൾ ജനിക്കുമ്പോൾ നമുക്കറിയാം ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആദ്യം ഹെഡ് പൊസിഷൻ ആണ് പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഫുട്ടിലേക്ക് വരുന്നത്, കാലിലേക്ക് വരുന്നത്. അപ്പൊ ഹെഡ് ആയിരിക്കും കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി ആദ്യം എന്ത് ചെയ്യുന്നു?
തല പൊക്കി നോക്കും അല്ലെങ്കിൽ തല ഉറച്ചോ എന്നാണ് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാം. ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസത്തിനുള്ളിൽ കുട്ടിയുടെ തല ഉറച്ചിട്ടുണ്ടോ നമ്മൾ സാധാരണ നോക്കാറുണ്ട്. കുട്ടീനെ നമ്മൾ സാധാരണ ഞാൻ കുഞ്ഞിരിക്കുന്ന കുട്ടി സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടോ, എല്ലാവരും ഇങ്ങനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ, തല ഉറച്ചോ എന്ന് നോക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടി കമന്ന് വീഴും അല്ലെ, കമന്ന് വീഴും. തല ഉറച്ചു കഴിഞ്ഞാൽ ഒരു കമന്ന് വീണിട്ട് തല പൊക്കി ഇങ്ങനെ നോക്കും. എല്ലാവരും ഒന്ന് ആലോചിച്ചിരിക്കാൻ മതി. കുട്ടി കമന്ന് വീണിട്ട് തലയൊക്കെ ഒന്ന് പൊക്കിയൊക്കെ നോക്കും. അത് കഴിഞ്ഞ് അവർ എന്ത് ചെയ്യാൻ നോക്കും, ഇത് കുറയ്ക്കാനായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കും. ചില കുട്ടികൾ ഇരിക്കും, ചില കുട്ടികൾ ഇഴയും, ചില മുട്ടിൽ എഴയാനായിട്ട് നോക്കും. അപ്പൊ അത് ഓരോ ഡിഫറൻസ് ആണ്. ചിലവർ ബാക്കിലോട്ടാണോ പോകുന്നതെങ്കിൽ അവർ ഇരിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ടിലേക്കാണെങ്കിൽ നടക്കും. അത് ഓരോ കുട്ടികളും ഡിഫറെന്റ്, ഇന്റർവലുകൾ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇരിപ്പ് കുറയ്ക്കും. അത് കഴിഞ്ഞ് മുട്ടിലെഴയും. അപ്പൊ അത്രയും നേരം വരെ നമ്മുടെ മുട്ടിലേക്ക് ഡെവലപ്മെന്റ് എത്തിയിട്ടില്ല, കാലിലേക്ക് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ പതുക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്തെങ്കിലും പിടിച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെ നിൽക്കൊന്നുമില്ല, പെട്ടെന്ന് വീണ് പോകും. വീണ്ടും അവരത് പ്രാക്ടീസ് ചെയ്യാണ്. വീണ്ടും അവരത് പ്രാക്ടീസിലൂടെ അത് പെർഫെക്റ്റ് ആവും. ദെൻ സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ എന്ത് ചെയ്ത് തുടങ്ങും, നടന്നു തുടങ്ങും. പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് നടക്കാനായിട്ട് തുടങ്ങും. നടക്കുന്നത് വരെ സേഫ് ആണ്, നമുക്കറിയാം. അത് കഴിഞ്ഞാൽ നമുക്ക് അവരെ പിടിച്ചാൽ കിട്ടില്ല. അവർ എന്ത് ചെയ്യും, ജസ്റ്റ് ആണ് സ്റ്റെയർ കയറാൻ തുടങ്ങും. എന്തെങ്കിലും പിടിച്ച് സ്റ്റെയർ കയറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോ ആണ്. അപ്പൊ ഇതൊക്കെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മളുടെ കുട്ടിയുടെ ഡെവലപ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. ഈ ഓരോ സ്റ്റേജസും നമ്മുടെ കുട്ടിയിലാണ് ആ ഒരു ഡെവലപ്മെന്റ് വരുന്നത് പറഞ്ഞാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ഇങ്ങനെ ടൈമിൽ ഇങ്ങനെ ഡെവലപ്മെന്റ് ആണ് വേണ്ടത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് സിറ്റിങ്ങിന്റെ കാര്യമാണ്. ഇത് കുറയ്ക്കുന്നത് 2 to 5 months ആണ്. 5 monthsനുള്ളിൽ എന്ത് ചെയ്താൽ മതി, കുട്ടി ഇരുന്നാൽ മതി. 5 to 8 monthsനുള്ളിൽ എഴഞ്ഞു തുടങ്ങും, മുട്ടിൽ എഴഞ്ഞു തുടങ്ങും. 8 മാസത്തിനുള്ളിൽ കുട്ടിൽ എഴഞ്ഞു തുടങ്ങിയാൽ മതി. സ്റ്റാൻഡിംഗ് വിത്ത് സപ്പോർട്ട് 12 monthsനുള്ളിൽ എന്തെങ്കിലും പിടിച്ച് നിന്നാൽ മതി. ഓക്കെ, 1 വയസ്സൊക്കെ ആവുമ്പോഴേക്കും പിടിച്ച് നിന്നാൽ മതി. വോക്കിംഗ് എന്ന് പറയുന്നത് 14 മാസം 1.5 ഇയറിനുള്ളിൽ നടന്നു തുടങ്ങിയാൽ മതി. 1.5 വയസ്സിനുള്ളിൽ നടന്നു തുടങ്ങിയാൽ മതി. ഡെവലപ്മെന്റ് 1.5 വയസ്സിനുള്ളിൽ നടന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ സ്റ്റാൻഡിംഗ് വിത്ത് സപ്പോർട്ട് ക്യാൻ ക്ലിംബ് ദ സ്റ്റെയർ, മുകളിലേക്ക് സ്റ്റെപ്പ് കയറുന്നാണ് പറയുന്നത്. ഒരു 15, ഇപ്പൊ അവർ നടന്നു തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കുട്ടിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഓരോ സ്റ്റെപ്പ് കയറ്റി ശീലിപ്പിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവർ കയറിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് അവർ ഫുൾ ഡെവലപ്മെന്റ്, ഈ ഒരു മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് സമയത്ത് ഏറ്റവും റിസ്ക് ആണ്. കാരണം വീഴ്ചകളും എവിടെയെങ്കിലൊക്കെ വീഴും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ ആ സമയത്ത് കൂടുതൽ കൊടുക്കണം. ദെൻ ലാസ്റ്റ് ആണ് റൺ റേസ്. ഒരു 18 months 1.5 വയസ്സായ കുട്ടിയുടെ ഒന്ന് ആലോചിച്ചാൽ മതി. പിടിച്ചാൽ കിട്ടോ, നമ്മൾ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കോ, ഓട്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടീനെ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഏജിലുള്ള അമ്മമാരാണെങ്കിൽ, കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ മിക്കൊരു അമ്മമാരായിരിക്കും. അപ്പൊ അവർ നമ്മുടെ കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ ടൈം വെച്ചിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈം പീരീഡുകൾ നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. ടൈം ചോദിക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ടൈമുകൾ വരുന്നുണ്ട്, വീക്കുകളും മന്ത്സും പറയുന്നുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാൻ, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടിയോ ലാസ്റ്റ് ചാപ്റ്റർ? ലാസ്റ്റ് ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയോ? ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? ഫസ്റ്റ് എയ്ഡ് കിട്ടി മാം. ഫസ്റ്റ് എയ്ഡ് കിട്ടി. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് എയ്ഡ് മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്, ഇത്രയും പോർഷൻ വെച്ച് നിർത്താണ്. അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം ഞാനാണ്. ഓക്കേടാ, പറഞ്ഞോടാ. Good afternoon everyone. I am Shefina. I would like to thank you all for being the part of today's online class. It was pleasure and wonderful learning with all of you. Today we have studied and discussed about the environmental factors affecting the growth and development of child. These environmental factors include prenatal and postnatal conditions. The postnatal conditions include physical, socio-emotional, and intellectual conditions. We discussed the different milestones of child development and we shared different experiences based on today's class.
Thank you, ma'am, for your hard work and dedication. Until next time, stay curious, keep exploring, and take care. Thank you. Thank you all. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.